ഹായ് ഗായ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സംഭവം ഞാൻ പറയണ വേറെ ഒന്നുമില്ല. അതായത് വയനാട്ടിൽ ഉരുൾ പൊട്ടിയത് എല്ലാവരും അറിഞ്ഞാണല്ലോ, വലിയൊരു ഇഷ്യൂ ആണല്ലോ നമ്മൾ കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിറയെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതായത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്നും വലുതായിട്ടൊന്നുമില്ല. വീട് കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പറയുന്നത്. അവർ പറയണത് 1500 കോടി ഇതിനു വേണ്ടി മാറ്റി എന്നാണ്. 400 സംതിങ് കുടുംബമുണ്ട്. എത്രയോ ഇത് ഇന്നും ആൾക്കാരെ കിട്ടാനുണ്ട്, ആൾക്കാരെ കിട്ടിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 1500 കോടി ഇവർ എന്തിനാണ് ഇവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്? ഇതുവരെ 1 രൂപ കൊടുത്തിട്ടില്ല. അവർക്കുള്ള ഒരു സഹായം ഒന്നും കിട്ടിയിട്ടില്ല. അവർക്ക് കിട്ടിയ സഹായം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത്, ആ നടന്ന സമയത്ത് കുറച്ച് ഫുഡും പിന്നെ ഈ കുറച്ച് പാവങ്ങളൊക്കെ നമ്മൾ ഈ എല്ലാവരും കൂടെ ഡൊണേറ്റ് ചെയ്ത ഡ്രസ്സും കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെയാണ്. വേറെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാം, അതായത് വീടോ സ്ഥലമോ അങ്ങനെ ഒന്നും അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അവർക്ക് ജീവിക്കാൻ കണക്കിനായിട്ടുള്ള ഒരു കാര്യവും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ 1500 കോടി കൊടുത്തുനിന്ന് 1500 കോടി അവർക്ക് മാറ്റിയെന്ന് അങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവർക്ക് ഒരാൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത്, അതായത് എല്ലാ സ്ഥലവും അവർക്ക് ഇഷ്ടപ്പെട്ട അത്യാവശ്യം ബഡ്ജറ്റുള്ള എങ്ങനെ പോയാലും കുറഞ്ഞത് 1,00,000 രൂപ ഒരു സെൻറ്റിന് വരും. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചൂസ് ചെയ്ത് സെൻറ്റിന് 5 സെൻറ്റിക്ക് 5 സെൻറ്റ് അതിനുള്ള ഒരു ക്യാഷ്, അവിടെ ഒരു വീട് വയ്ക്കേണ്ട ക്യാഷ് അങ്ങനെ കൊടുത്താലും എത്ര തന്നെ അങ്ങനെ കൊടുത്താലും 500 കോടിക്ക് മുകളിൽ പോകണില്ല. 500 കോടിക്ക് മുകളിൽ പോകാത്തത് 1500 കോടി. നിങ്ങളിത് ഞാൻ ഒറ്റ കേസ് ഞാൻ പറയണുള്ളൂ. നാളെ ഒരു സമയത്ത് പിന്നെ ഇതേപോലെ സംഭവിക്കുമ്പം നമ്മൾ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഗവൺമെൻറ് അവരേതായ ഗവൺമെൻറ് എന്നല്ല, ഇത് അറിയാമല്ല, ഇപ്പം നമ്മൾ പറയണ കുറ്റാണോ എന്നറിയില്ല. എന്നാലും എൻ്റെ ഒരു ഇത് ഞാൻ പറയാണ്, അവരവരേതായിട്ട് തീരുമാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഇതൊന്നും ചെയ്യേണ്ട ഇതൊന്നും ഇല്ല. അതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഉത്തരവ് ഇടും, അതിൻ്റെ താഴെ അടുത്തൊരു ഉത്തരവ് അത് നടപ്പാറ്റുന്ന ആൾ അത് ചെയ്യണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങേരെ കീഴെ വേറൊരാൾ കാണും, അയാൾ ഇത് ചെയ്യണമെന്നില്ല. കാരണം അവരെ പാട്ട് നോക്കി അങ്ങ് പോവും. പിന്നെ ഡൊണേഷൻ, ഈ കാര്യത്തിൽ നിറയെ പേര് ഡൊണേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സൈഡാണ് പോയി ഡൊണേഷൻ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ അവർക്കാണ് പോയി ഡൊണേഷൻ ചെയ്യുന്നത്. അതായത് അവർ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർക്കാണ് ഡൊണേഷൻ ചെയ്യണം. അങ്ങനെ ഡൊണേഷൻ ചെയ്യണ ഒരു കാര്യവും ഇന്ന് വരെ അവർ ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഇപ്പം ഈ സിനിമ ആക്ടർമാരായാലും അതുമാത്രമല്ല പൈസ ഉള്ളവരൊക്കെ ആയാലും ഈ ഇതിനു വേണ്ടി കൊടുത്തെന്ന് വെച്ചാൽ ഈ ഡൊണേഷൻ ചെയ്താൽ ഇതിൽ നിന്ന് 10 രൂപ പോലും അവർക്ക് പോകില്ല. ഇതെല്ലാം അവിടെ തന്നെ പോകും. എന്നിട്ട് തിരിച്ച് ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടുകയില്ല. ഇത് എനിക്ക് മാത്രമല്ല, ഞാൻ പറയണമെന്ന് നീ പറയണത്, ഇത് കുറേ പേർക്ക് അറിയാം, ഇതെല്ലാവർക്കും അറിയാം. അവിടെ എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചാൽ അവർ പറയാം ഇതുവരെ ഒന്നും ആയില്ല. ഒരു വീട് വയ്ക്കേണ്ട സ്ഥലം പോലും അവർക്ക് റെഡി ആയില്ലെന്നാണ് അവർ പറയണത്. വാടക വീട്ടിലാണ് കിടക്കണത്. എത്ര ദിവസം ഒരു വാടക വീടുകളിൽ കിടക്കും? നമ്മളെ പോലെ മനുഷ്യരല്ലേ. അതുകൊണ്ട് ഞാൻ പറയണത്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഡൊണേഷൻ ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങളായിട്ട് തീരുമാനിക്കുക. നിങ്ങളായിട്ട് ഒരു ഇത്ര കുടുംബത്തിന് ഇത്ര രൂപ കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയുന്നില്ല. അതിൽ ചൂസ് ചെയ്ത് ഒരു കുറച്ച് കുടുംബക്കാർക്ക് നിങ്ങൾ, അതായത് പറഞ്ഞാൽ ഒരു ഇതേപോലെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് അത് വലിയ സമയം കാര്യങ്ങളൊന്നും ആവില്ല. നിങ്ങൾ അവിടെ കൊണ്ടുകൊടുത്താൽ അത് ആർക്കും യൂസ് ചെയ്യാതെ പോകും. അതായത് പറഞ്ഞാൽ ഡൊണേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അവരെ കയ്യിൽ കൊണ്ടുകൊടുത്താൽ അത് ഞാൻ പറയണ മനസ്സിലാവില്ല, ആർക്കും യൂസ് ചെയ്യാൻ പോകില്ല. അത് അവരെ കാര്യങ്ങളിൽ നടക്കും. ഇവർക്കാണെങ്കിൽ നിങ്ങൾ ഇപ്പം കോടികൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കോടികൾ കൊടുത്തവരും ഉണ്ട്. പക്ഷെ എന്നാലും 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം, അത് അവിടെ ഉള്ള ഒരു 10 കുടുംബത്തിന് നിങ്ങൾ 1,00,000 രൂപ വെച്ച് കൊടുത്താൽ അത് അവർക്ക് നേട്ടമുള്ളൂ. അടുത്തൊരാൾ വന്ന് ആ കൊടുക്കാത്ത വേറൊരാൾക്ക് വേറൊരു കുടുംബത്തിന് 10 ലക്ഷം രൂപ അങ്ങനെ ചൂസ് ചെയ്ത് കൊടുത്താൽ അത്രയ്ക്ക് ബെറ്ററാണ്. കാരണം അത് ആ കുടുംബത്തിന് ഉപകരിക്കും. പക്ഷെ ഇവർക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണം വെച്ചാൽ അതിൽ 1 രൂപ പോലും ജനങ്ങളെ കയ്യിലെത്തൂല. അതായത് പറഞ്ഞാൽ അവിടെ കിടക്കണമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ അറിയാന്നുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി, ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക് എന്തെങ്കിലും ഫലനുണ്ടായാണ്. ഒരു വീടോ വേണ്ട, ഒരു വസ്തു വാങ്ങാൻ പൈസ എങ്കിലും കിട്ടിയതാണ്. ഒന്നും നടക്കൂല. ചുമ്മാ ഇങ്ങനെ പറയും. അത് ഇന്ന് പറയും, നാളെ പറയും, അടുത്ത് ഭരണം മാറും, അടുത്തിങ്ങനെ പോയി ലാസ്റ്റ് അവർ വഴിയാരാകും. നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതായത് ഡൊണേഷൻ ഒരിക്കലും ജനങ്ങൾക്ക് തന്നെ ചെയ്യണം. അതായത് ആ ബാധിക്കപ്പെട്ട അവർക്ക് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യാൻ നോക്കണം. വേറെ പുറത്തൊരാൾ നല്ലത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കയ്യിൽ കൊടുക്കാൻ നോക്കരുത്. ഒരു കാരണവശാലും കൊടുക്കരുത്. ആ ക്യാഷ് ജനങ്ങളെ കയ്യിലെത്തൂല. അത് ഞാൻ മുൻകൂട്ടിയെ പറയാണ്. എനിക്ക് മാത്രമല്ല, ഈ നിറയെ ഇഷ്യൂ നടക്കുകയാണ്, ഞാൻ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു സത്യമാണ്. അതായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഡയറക്റ്റായിട്ട് ചെയ്യണം. വേറൊരാൾ മുഖാനം ചെയ്യാൻ നോക്കരുത്, അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്കും കിട്ടില്ല, നിങ്ങൾക്ക് നല്ലത് കിട്ടില്ല. അതായത് നിങ്ങൾ നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ മൈൻഡ് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നല്ലതല്ല നടക്കുന്നത്, ആ പൈസ എവിടെയോ പോകുന്നുണ്ട്. അപ്പോഴും നിങ്ങൾ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യേണ്ടത്. ഇത് എനിക്ക് വേറെ ഒന്നുമില്ല, നീ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് മാറ്റി കൂടുതലൊന്നും വേണ്ട. ഒരു 30 ലക്ഷം രൂപ വെച്ച് ഒരു കുടുംബത്തിന് കൊടുത്താൽ പോലും ഇവർ 1500 കോടി മാറ്റി എന്ന് പറഞ്ഞ് 1500 കോടി ആവണില്ല.
ഏത് ലെവലിലാണ് 1500 കോടി ആവണം? 30 ലക്ഷം രൂപ വെച്ച് 400 സംതിങ് കുടുംബത്തിന് ഒരു കാരണവശാലും ആവില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളാണെങ്കിൽ ഈ 30 ലക്ഷം രൂപ വെച്ച് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ സ്വന്തമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം വാങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ വീടും വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ അവരുടെ ലൈഫ് തുടങ്ങുമായിരുന്നു. ഇതുപോലും ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ നാട്ടു ജനങ്ങൾ ഇങ്ങനെ ഇത്രയും മുകളിൽ ഒരാളെന്നല്ല ഓരോ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഇത്രയും ഈ നാട്ടുജനങ്ങൾ കാരണമാണല്ലേ ഈ മുകളിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോണത്. ഈ നാട്ടുജനങ്ങളെ പിന്നെ കറണ്ട് ബില്ലെന്ന് അത് ഇത് എന്ന് പറഞ്ഞ 1000 വഴിയിൽ പൈസ പിരിക്കുന്നുണ്ട്. ഈ പൈസ തന്നെയല്ല എല്ലാവർക്കും ഉപകരിക്കണത്. അപ്പോൾ ഈ പൈസ തിരിച്ച് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് നമ്മൾ ചെയ്യണം. അത് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അവരെ ഇങ്ങനെ പട്ടിയെ പോലെ ഇട്ട് കളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യർ തന്നെയാണ്, നമ്മളെപ്പോലെ ഒരു മനുഷ്യരാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ ആൾക്കാർക്കും ഓരോ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അവർക്ക് പറ്റുന്ന സഹായം ചെയ്താൽ അത്രയ്ക്ക് നല്ലതാണ്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മളെ കൂടപ്പറപ്പിന് അല്ലെങ്കിൽ നമ്മളെ അറിയാന്നുള്ളവർക്ക് മാത്രം നൊന്താ നമുക്ക് നോവണ്ട. വെളിയിലുള്ളവരും മനുഷ്യരാണ്, നമ്മളെ പോലെയുള്ളവരാണ്. അവർക്ക് നൊന്താലും നമുക്ക് നോവണം. അത് മനസ്സിലാക്കി എല്ലാവരും അതിനനുസരിച്ച് നടന്ന അത്രയും കൊള്ളാം. ഓക്കെ ഗൈസ്, ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും പറയണമല്ല. ഞാൻ നാച്ചുറലായിട്ട് പറഞ്ഞത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ലൈഫേ ഉള്ളൂ. ജീവനും അതേപോലെയാണ്, ഒരിക്കൽ പോയാൽ തിരിച്ചു വരില്ല. അവിടെ ഇന്നും എത്രയോ പേര് സങ്കടം മാറാത്തവരുണ്ട്. അപ്പോഴവരെ ലൈഫിൽ പിന്നും കൂടുതൽ സങ്കടം കൊടുക്കണ്ട എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.